നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. കുളവണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. ഒരു പ്രത്യേക തരത്തിൽ ഇപ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ വോട്ടർ ലിസ്റ്റായിട്ട് ബന്ധപ്പെട്ട്. എനിക്കതിനെക്കുറിച്ച് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ്. ഈ ടൂൾ കിറ്റ് ഇപ്പോൾ എന്താണ് ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇപ്പോൾ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻകൂട്ടി വരുന്ന പരാജയങ്ങൾക്ക് ഒരു മുൻകൂർ ജാമ്യം വേണം. കാരണം EVM മെഷീൻ സംഭവം ഇപ്പോൾ ഏൽക്കുന്നില്ല പഴയ പോലെ. EVM മെഷീൻ്റെ മാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ വിവരം വന്നു കഴിഞ്ഞു. ജയിക്കുമ്പോൾ EVM മെഷീൻ അടിപൊളിയും, തോൽക്കുമ്പോൾ EVM മെഷീൻ എല്ലാം ഹാക്കാണ് പരിപാടി. ആ ഒരു ക്യാപ്സ്യൂൾ ഇപ്പോൾ മെഴുകാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു റിസർച്ച് ആയിട്ടുള്ള ക്യാപ്സ്യൂളായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. മൂപ്പർക്ക് ഇത്രയും ദയനീയ പരാജയങ്ങൾ 11 കൊല്ലമായിട്ട് ഏറ്റുവാങ്ങി മൂപ്പർക്ക് തന്നെ അറിയില്ല ഇനിയിപ്പോൾ ഏത് പരാജയത്തിന് എന്താ കാരണം പറയേണ്ടതെന്ന്. പരാജയത്തിനൊരു കാരണം പറയണം. പണ്ടൊക്കെ വിജയിച്ചാലേ കാരണം പറയേണ്ട കാര്യമുള്ളൂ. പരാജയം നമ്മൾ ഏറ്റെടുത്ത് പഠിച്ച് അംഗീകരിക്കുകയായിരുന്നു. നമ്മൾ തുടർന്ന് അതിനെ തിരുത്തി പ്രവർത്തിക്കുക എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാജയങ്ങളെ എങ്ങനെയൊക്കെ കീറി മുറിച്ച് പരിശോധിച്ച് ഇതിലും ദയനീയമായ പരാജയം ഇനി എങ്ങനെ വരാനിരിക്കുന്നു എന്നുള്ള അവർക്കും അറിയാം. അതുകൊണ്ട് അതിന് മുന്നേ കൂട്ടി ഒരു ജാമ്യം എടുക്കലാണിത്. അതുകൊണ്ടാണ് പലതും കെട്ടിച്ചമച്ചതാണെങ്കിലും അന്തം വിട്ട വിടലാണെങ്കിലും അവരൊരു സംഭവം ടൂൾ കിറ്റ് ഇറക്കി വിട്ടിരിക്കുകയാണ്. അത് ആദ്യം കേന്ദ്ര ഘടകത്തിൽ നിന്നാണ്ട് ഇറങ്ങും. പിന്നെ ഈ താഴെക്കടലുള്ള പപ്പുമാരും മാധ്യമ പപ്പുമാരും എല്ലാം കൂടി അത് ഏറ്റെടുക്കും. പിന്നെ അത് മെഴുകി ഒരു സൈസാക്കും. പിന്നെ തിരിച്ചു കിട്ടാൻ തുടങ്ങുമ്പോൾ അവരായിട്ടൊരു മുൻകൂർ ജാമ്യം കൂടെ എടുക്കും. ഏത്? നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അധികാരമില്ലേ? എന്തിനാണ് നിങ്ങൾ ഒന്നും പറയാത്തത്? എന്താണ് നിങ്ങളൊന്നും പ്രതികരിക്കാത്തത്? ആ പ്രതികരിക്കാൻ വേണ്ട എന്തെങ്കിലും വെയിറ്റ് വേണ്ട സാധനത്തിൽ ഉന്നയിക്കുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കുള്ളൂ. നിങ്ങൾ ഈ വിളിച്ചു പറയണ പൊട്ടത്തരത്തിന് ആര് പ്രതികരിക്കാനാ? ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. ഇപ്പോൾ പലതിലും ഇപ്പം 300 പേര് ഒരേ അഡ്രസ്സിൽ ആരെ ചേർക്കുന്നത് വേറൊരു പാർട്ടി. അപ്പോൾ അവർ മറുപടി പറയണം. തിരിച്ച് അതേപോലെ തന്നെ അങ്ങോട്ടും ഉണ്ട്. വയനാട്ടിലെന്തോ 52 പേര് ഒരേ അഡ്രസ്സ്, ഇനി അവരും മറുപടി പറയണം. എല്ലാവരും ഇരുന്ന് മറുപടി പറയട്ടെ. ജനാധിപത്യമല്ലേ, എല്ലാവർക്കും ഉണ്ട് അവകാശം. നേരിട്ട് പോവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പോലെ സത്യവാങ്മൂലം കൊടുക്കുക, കോടതി പോവുക, എന്താ ചെയ്യാം. നിയമപരമായിട്ട് ചേർത്ത വോട്ടുകളാണെങ്കിൽ നിങ്ങളുടെ ആര് വിചാരിച്ചാലൊന്നും നടക്കാൻ പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ റദ്ദാക്കി അതിനുള്ള ഫലങ്ങൾ കിട്ടുമല്ലോ, പ്രതിവിധികൾ നേടാമല്ലോ. ഇത് വെറുതെ പൊറോട്ട കാണാൻ കളിക്കണ പോലെ എല്ലാ പ്രാവശ്യവും എവിടെ സുരേഷ് ഗോപി അത് നേരെ പോയിട്ട് തൃശ്ശൂർ മാത്രം ചർച്ച. അതെന്താ തൃശ്ശൂർ മാത്രം ചർച്ച? എന്താ ബാക്കിയുള്ളതും ചർച്ചകളാവണ്ടേ? അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തെല്ലാം അടിപൊളിയാണ്, എന്താ ഒരു ലിസ്റ്റ് മാത്രം മാറുക? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ അജണ്ടയാണ്. കാരണം സ്വന്തം സംസ്ഥാനം ഭരിക്കുന്ന കർണാടകയിൽ പോലും അദ്ദേഹം സ്വയം ആരോപിക്കുകയാണ്. ആ പാർട്ടിയുടെ അൾട്ടിമേറ്റ് നേതാവ് തന്നെ പറയുകയാണ് അവിടെ ഇതുമാതിരി സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സർക്കാരിന് തന്നെ എന്താ അവിടെ? അപ്പോൾ അവരെന്താ സംസ്ഥാന നേതാക്കൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിച്ചിരിക്കുകയാണ്. ഈ അന്തും കുന്തും ഇല്ലാത്ത ഈ പ്രവർത്തനം, അതാ ഞാൻ പറഞ്ഞത്. വരാൻ പോകുന്ന പരാജയങ്ങളെ നിങ്ങൾക്ക് മുൻകൂർ ജാമ്യമായിട്ട് ഈ ടൂൾ കിറ്റ് മെഴുകലിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതുകൊണ്ട് രാജ്യത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യവസ്ഥക്കോ ജനങ്ങൾക്കോ ഒരു പ്രശ്നമില്ല. കാരണം ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ ജനങ്ങൾ ജയിപ്പിക്കുന്നുണ്ട്, അവർ ഭരിക്കുന്നുണ്ട്. അത് ഓരോ തരത്തിലും ഓരോ പോലെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, വേറെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. മൊത്തം എന്താ പറയുക, അവരവരുടെ സംസ്ഥാനങ്ങളിൽ ആരെയാണോ ജയിപ്പിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അവരെ ജയിപ്പിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ അംഗീകരിക്കുക. അല്ല നിങ്ങൾക്ക് വിഷയമുണ്ടോ? ഇപ്പോൾ സുരേന്ദ്രജിയൊക്കെ പറഞ്ഞ പോലെ 89 വോട്ടിന് അദ്ദേഹം തോറ്റപ്പോൾ അദ്ദേഹം നിയമപരമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടല്ലോ. അതിലൊരു വ്യക്തത, അദ്ദേഹത്തിന് ഒരു കൺവിക്ഷൻ ഉണ്ട്, അദ്ദേഹം പോയത് നേരിട്ടിട്ടുണ്ട്. അതാണ് മാന്യമായ രീതി. അല്ലാണ്ട് വെറുതെ ഈ വാഴകളെപ്പോലെ ഇരുന്ന് കരയുക. ആദ്യം പറയാം ഈ കാരണം കൊണ്ടാണ് ഞങ്ങൾ തോറ്റു, പിന്നെ പറയാം ഈ കാരണം കൊണ്ടാണ് നിങ്ങൾ തോറ്റു. അത് തോറ്റു എന്നുള്ളത് സമ്മതിക്കുക. അതാണ് ആദ്യം ജനാധിപത്യത്തിലുള്ള മര്യാദ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും ഒരു ടൂൾ കിറ്റ് ഇറക്കി വിടുക. ക്യാപ്സ്യൂൾ കൊടുക്കുമ്പോഴെങ്കിലും ആലോചിക്കുക, ഈ ക്യാപ്സ്യൂളിൽ എത്ര കാലം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണിത്. ഇത് വെറുതെ ഒരു മുൻകൂർ ജാമ്യമാണിത്. ഇനി വരാൻ പോകുന്ന പരാജയങ്ങൾ നമുക്ക് EVM മെഷീന് പകരം വേറെ എന്തെങ്കിലും വേണമെന്നുള്ളത് റിസർച്ച് എടുത്ത് എന്തോ കുറേ 6 മാസമൊക്കെ ഇരുന്ന് ഒരു അരമണിക്കൂറിൽ ഇവിടെ മാധ്യമ ചാനലുകൾ എടുത്ത് കൊടുക്കുന്ന സാധനമൊക്കെ 6 മാസം റിസർച്ച് എടുത്ത് മൂപ്പര് പൊട്ടിച്ചാണ് ഇപ്പോൾ. അത് ഏറ്റെടുക്കാൻ ആകെ ഈ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ. കാരണം അത് അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഈ ഛത്തീസ്ഗഡ് കഴിഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് തീർന്നേ. ഛത്തീസ്ഗഡ് അവർ ഉദ്ദേശിച്ച് കുറച്ചും കൂടെ ഉണ്ട് നീളുന്നതാണ്. കുറേ അതിനുള്ള സെറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയവർ, ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ പോവുകയും ചെയ്തു. അങ്ങോട്ട് കോതമംഗലത്തെ വിഷയമൊക്കെ അങ്ങോട്ട് ഉള്ളിൽ കയറ്റാനും പറ്റി. അതൊന്നും ചർച്ച ചെയ്യണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതെന്നിക്കാൻ വേണ്ടിയും പിന്നെ വെറുതെ ഒരു BJP ആയിട്ടുള്ള അന്ധവിരോധം, അതേപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിരോധം പറഞ്ഞ് ആ ഫ്രസ്ട്രേഷൻ തീർക്കാമെന്നല്ലാണ്ട് ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പൊറാട്ട് നാടകം തുടരാൻ എന്ന് മാത്രം. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്കറിയാം ജനാധിപത്യത്തിൽ ആരെ ജയിപ്പിക്കണം എന്ന്. അത് ആരെ ജയിപ്പിച്ചോട്ടെ, അത് അംഗീകരിക്കുക. ആ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അസസ്മെൻറ്റും കാര്യങ്ങളും നടത്തി 1 വർഷം കഴിഞ്ഞിട്ടല്ല അതിനെതിരെ നമ്മൾ വെറുതെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കേണ്ടത്. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എന്തെങ്കിലും ഒരു വസ്തുത വേണം പറയുന്ന കാര്യങ്ങളിൽ. അല്ലാന്നുണ്ടെങ്കിൽ സത്യവാങ്മൂലം കൂടെ തെളിയിക്കണം. വെറുതെ ആരോപണം ഉന്നയിച്ച് പോരുത്. അതാണ് അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂൾ കിറ്റ് മെഴുകിൽ തുടരുക.
ഈ ക്യാപ്സൂൾ മതിൽ തുടരുക. സുരേഷ് ഗോപി ഇവിടെയല്ല, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം തോറ്റാലും ജയിച്ചാലും ഇനിയും ഉണ്ടാവും. MP ആയിട്ട് തന്നെ ഉണ്ടാവും, കേന്ദ്രമന്ത്രിയായിട്ട് തന്നെ ഉണ്ടാവും അദ്ദേഹം ജയിച്ചാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനായ ജനസേവകനായിട്ട് അദ്ദേഹം എന്നും നിലകൊണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യസ്നേഹിയായിട്ട് എന്നും അദ്ദേഹം ഈ സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊറോട്ട നാടകം അവസാനിപ്പിക്കണമേ എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിയും ബോധമുള്ളവരാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും. അടുത്ത വിഷയം വരും. നിങ്ങൾക്ക് മറക്കാനും എന്താ പറയുക, ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അതൊന്നും ആരും ചോദിക്കാനും പോണില്ല. ഇനി വിട്, ഇനി വേറെ എന്തെങ്കിലും വിഷയം പിടിക്ക്, നോക്കി നോക്ക്. അതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.